നമ്മളെ വീട്ടിലുണ്ടായ ശംഖുപുഷ്പം പറിച്ചിട്ട് എങ്ങനെയാണ് ചായ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ അതാ നമ്മൾ ശംഖുപുഷ്പം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഞാൻ വെറുതെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇവിടെ ശംഖുപുഷ്പം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ദിവസവും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. മൂടിയൊക്കെ ഒരു 10 മിനിറ്റ് കഴിക്കട്ടെ. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. നമ്മളെ ശംഖുപുഷ്പത്തിൻ്റെ കളറൊക്കെ വെള്ളത്തിലേക്ക് നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു ഗ്ലാസ്സിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇതാണ് കേട്ടോ നമ്മളെ ശംഖുപുഷ്പം ചായ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ടാകാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ചായയാണ് കേട്ടോ ഈ ശംഖുപുഷ്പത്തിൻ്റെ ചായ. പിന്നെ ഇത് നമ്മളെ വയറിനുള്ളിലുള്ള വിഷാംശങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റാൻ, നീർക്കെട്ട് മാറ്റാൻ ഒക്കെ നല്ലതാണ്. ശംഖുപുഷ്പത്തിൻ്റെ വേരും പൂവും ഇലയും തണ്ടും ഒക്കെ ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് വാഷ് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട്. ഈ ശംഖുപുഷ്പം നമ്മളെ ചെറുപ്പം നിലനിർത്താൻ ഏറ്റവും നല്ലൊരു ഔഷധമാണ് കേട്ടോ.